ഒരു ലിപ് ഗ്ലോക്കോ ഒരു ലിപ് ഗ്ലോക്ക് കൊടുക്കാന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അത് ലൈവാണ്. സോറി, ആൾക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. ഇത് ലൈവാണ്, എല്ലാവരും കാണും. അപ്പൊ ഈ ദിയ ഗൗഡയെ അറിയാത്തവർ കുറവായിരിക്കും അല്ലെ. ഒരു വർഷം മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ വിവാദമായി മാറിയ അഡൾട്ട് ഒള്ളി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യെസ്മ, അതിലെ പാൽപായസം എന്ന് പറയുന്ന വെബ് സീരീസിൽ അഭിനയിച്ച പെൺകുട്ടി അക്കാലത്ത് നല്ല രീതിയിൽ ട്രെൻഡിംഗ് ആയി മാറിയ ഒരു വെബ് സീരീസ് ആയിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ അല്ലെ. പിന്നീട് ഇതിന് ശേഷം യെസ്മ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരികയും ഈ പ്ലാറ്റ്ഫോം വെബ് സീരീസ് ചെയ്യുന്നത് നിർത്തുകയും ചെയ്തു. പിന്നെ ശരിക്കും ഈ പെൺകുട്ടിയുടെ പേര് ദിയ ഗൗഡ എന്നല്ലേ കേട്ടോ, ഖദീജ എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോമിന് വേണ്ടി ദിയ ഗൗഡ എന്നുള്ള പേര് സ്വീകരിച്ചതാണ്. അത് പിന്നെ ഒട്ടുമിക്ക പോൺ സ്റ്റാർസിനും അഡൽട്ട് ഒള്ളി പ്ലാറ്റ്ഫോമിൽ അഭിനയിക്കുന്നവർക്കും ഒക്കെ പേര് വേറെ ആയിരിക്കും, അവരുടെ യഥാർത്ഥ പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവർ ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഇത്തരത്തിലുള്ള പേരുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. അവരുടെ ഐഡന്റിറ്റി കാർഡ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. ഇങ്ങനെ ഫേക്ക് നെയിമുകൾ സ്വീകരിക്കാനുള്ള പ്രധാന കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തൊക്കെയായാലും ഇപ്പൊ ഞാൻ ഈ പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല. 2 ദിവസം മുന്നേ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വാർത്ത? ഈ പെൺകുട്ടിയുടെ ഭർത്താവും 4 വയസ്സുള്ള മകനും മരണപ്പെട്ടു എന്നുള്ള വാർത്ത. അതെങ്ങനെയാണ് മരിച്ചത്? ഷെരീഫ് എന്ന് പറയുന്ന ഈ ഭർത്താവ് 4 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചു മകനെ കഴുത്തി ഞെരിച്ച് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു പോലും. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഖദീജ കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര സജീവമാണ് അല്ലെ. അങ്ങനെ ഇരിക്കെ 3 മാസം മുമ്പാണ് ഷെരീഫും ഖദീജയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ പിരിഞ്ഞു താമസിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായി ഷെരീഫ് വാരപ്പോയിലേക്കുള്ള ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയും 4 വയസ്സുള്ള തന്റെ മകനോടൊപ്പം താമസം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാണ് 2 ദിവസം മുന്നേ ഈ പറഞ്ഞ ഷെരീഫ് ഖദീജയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നത്, ഞാനും മകനും ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഈ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഖദീജ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ബുധനാഴ്ച ഈ പറഞ്ഞ ഷെരീഫിന് വാടക കൊടുത്ത ആള് ആ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഷെരീഫ് മകനും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഷെരീഫിന്റെ ഫോൺ ട്രേസ് ചെയ്ത പോലീസ് ഖദീജ അയച്ച മെസ്സേജുകളും മരിക്കുന്നതിന് മുമ്പ് അയച്ച ഫോട്ടോസും ഒക്കെ കണ്ടെടുത്തു എന്നുള്ളതാണ്. 2 പേർക്കും ഇടയിലുണ്ടായ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പിന്നെ ഇവരുടെ ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ 6 വർഷം മുമ്പാണ് ഈ പറഞ്ഞ ഷെരീഫ് ഖദീജയെ കെട്ടുന്നത്. 2 പേരുടെയും 2ാം വിവാഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ 4 വർഷം ഒരു സാധാരണ ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി ദിയ ഗൗഡ എന്ന പേരിൽ ഖദീജ ഈ പറയുന്ന അഡൾട്ട് ഒള്ളി പ്ലാറ്റ്ഫോമിലൊക്കെ സജീവമാകാൻ തുടങ്ങിയത്. അതിൽ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഈ പറയുന്ന പാൽപായസം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് ആൽബങ്ങളിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിലും പിന്നീട് മറ്റുള്ള അഡൾട്ട് ഒള്ളി പ്ലാറ്റ്ഫോമിലും ഒക്കെ ഈ പെൺകുട്ടിക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷം ഒരു തിരക്കേറിയ ജീവിതത്തിലേക്ക് ഖദീജ മാറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ഉണ്ടാകും അല്ലെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ പെൺകുട്ടി കടന്നു വന്നുള്ളത്? ഒരുപക്ഷെ ജീവിത പ്രാരാബ്ദം കൊണ്ടൊക്കെ ആകാം, കടങ്ങളൊക്കെ ആകാം. ഇങ്ങനെ ഒരു മാർഗം ഒരാൾ സ്വമേധയായി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ. അതെന്തോ ആയിക്കോട്ടെ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും അതൊന്നുമല്ല, എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നുള്ളതാണ്. ഈ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? അയാൾക്ക് ചാവണം എന്നുണ്ടെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്താൽ പോലെ ഈ കുഞ്ഞിനും കൂടി എന്തിനാണ് ബലിയാടാക്കിയത് എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയത്. ആ കുഞ്ഞിന് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അൺലക്കി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ചു എന്നുള്ളതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് ആ മകന് വരില്ലായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ വാർത്തകളുടെ കമന്റ് ബോക്സിലൊക്കെ ഈ കുഞ്ഞിനെ കൊന്ന അച്ഛനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു കമന്റ് ഞാൻ വായിച്ചുതരാം. എല്ലാവരും മോനെ എന്തിനു കൊന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചെയ്തതാണ് ശരി, അല്ലെങ്കിൽ ആ മോൻ ഒറ്റക്കാകുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കും? അതിന്റെ മാതാവിന്റെ ജീവിതം വേറെ അല്ലേ? എല്ലാവരും അടുത്ത് നിന്ന് മോശം കേൾക്കേണ്ടി വരും. അത് പിതാവിന് മനസ്സിലായി കാണും, പിതാവ് ചെയ്തതാണ് ശരി എന്നൊക്കെ. അതെങ്ങനെയാണ് സുഹൃത്തെ പിതാവ് ചെയ്തത് ശരിയാവാം? അമ്മന്റെ ജീവിതം മോശമാണെന്ന് കരുതി അമ്മക്കുണ്ടായ മകന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ജനിച്ച വീടും ഓരോ കുഞ്ഞിനും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ആര് കുഞ്ഞാണെങ്കിലും അതിന് ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അതിനി എന്ത് ന്യായീകരണം നിർത്തിയിട്ടും കാര്യമില്ല. പിന്നെ മോശം മാതാപിതാക്കളുടെ കുഞ്ഞാണെന്ന് കരുതി അവർക്ക് ജീവിതത്തിൽ എവിടെയും എത്താൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലൈഫ് എടുത്ത് നോക്കി, അതിൽ മെജോറിറ്റി ഓഫ് ആളുകളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് വളരെ മോശം രീതിയിൽ ജീവിതം നയിച്ചവരായിരിക്കും. അതിലെന്താ എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ സക്സസ് ആയത്. ഒരു പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞു വളർന്നെങ്കിലോ? അപ്പൊ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരിഷ്ടമാണ്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന പ്രണയ കൊലപാതകങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്. നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറെ റിപ്പോർട്ടിങ് പല ന്യൂസുകളിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറിട്ടുന്നത് ന്യൂസ് 8ന്റെ റിപ്പോർട്ടാണ്. നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം. മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ച അഡൽട്ട് വെബ് സീരീസ് ആണ് പാൽപായസം. ഇതിലെ നായികമാരിൽ ഒരാളായ ദിയ ഗൗഡ പലർക്കും സുപരിചിതയാണ്. വെബ് സീരീസിന് ശേഷമുണ്ടായ ചൂടേറിയ സംവാദങ്ങളും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ചെന്നൊക്കെ
ഇയാളെ ഹരം കൊള്ളിച്ചിട്ടുണ്ടാക്കും എന്നായിരുന്നു ഞങ്ങൾ ഈ കണക്ക് കൂട്ടരുത്. എനിക്ക് ഹരം കൊള്ളിയിട്ടൊന്നുമില്ല കേട്ടോ. ഇയാൾക്ക് ഹരം കൊള്ളിയെങ്കിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് കൊള്ളിയാൽ മതി, മറ്റുള്ളവർ അതിലേക്ക് കൊള്ളിക്കണ്ടായി കേട്ടോ. എന്താന്നാ മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ചാന്നൊക്കെ. ഇയാളിത് മരണം റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ അതോ വെബ് സീരീസിന്റെ പ്രൊമോഷൻ എന്നതാണോ? അത് അറിയാത്തോണ്ട് ചോദിക്കുക. ഇത് പ്രൊമോഷൻ വന്ന മാതിരി റിപ്പോർട്ടിംഗ് കണ്ടിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. പൊതുവെ ഒരാളുടെ മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇമാതിരി റിപ്പോർട്ടൊക്കെ കേട്ട സമയത്ത് ഉള്ളത് പറയാതെ ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചു പോയി എന്നുള്ളതാണ്. എന്ത് പറയാനാണ് ഇതൊക്കെ? ഒന്നും പറയാനില്ല. എന്തായാലും മീക്ക പറഞ്ഞ കഥയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ മരണപ്പെട്ട ഭർത്താവുമായിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ലൈവിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. അടുത്ത ഷൂട്ട് ഉടനെ വരുന്നുണ്ട്. പാൽപ്പായസം 3 ലിങ്ക് എങ്ങനെ തരും? പാൽപ്പായസം 3 ചെയ്താലല്ലേ തരാൻ പറ്റുള്ളൂ. ഇനി എസ്മേ ജോയിൻ ചെയ്യാൻ ഞാൻ എസ്മേന്ന് ഇറങ്ങി വന്നതല്ലല്ലോ, തിരിച്ച് കയറാണ്. ഓക്കെ, അപ്പൊ അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണ് അഡൾട്ട് ഓൺലി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യെസ്മയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഖദീജയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭർത്താവ് സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലേ? ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി അഭിനയിക്കുന്നതിൽ സപ്പോർട്ടീവ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ തുടക്കത്തിലേക്ക് ഭർത്താവ് ഈ വക കാര്യങ്ങളിലൊക്കെ സപ്പോർട്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല കേട്ടോ. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമിലുള്ള അഭിനയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് അറിയില്ല. പല രീതിയിലും പല റിപ്പോർട്ടിങ്ങും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഭാര്യയും കണക്ക് ഭർത്താവും കണക്ക്. ബാക്കി കണ്ടോക്കാം. ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കൂടെ കിടക്കുക, എപ്പോഴും കിടന്നുകൊണ്ട് വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക. അതിനർത്ഥം ഞങ്ങൾ എപ്പോഴും സെക്സ് ചെയ്യുന്നതെന്നല്ല. അത് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളെ എനിക്ക് തിരുത്താനും കഴിയില്ല. സോറി. എന്താ പരിപാടി? ചുമ്മാ ഇരിപ്പ. പരിപാടിയൊന്നുമില്ല. നാളെ ഒരു ഷൂട്ട് ഉണ്ട്, അതിന് പോണം. ഒരു ലിപ് ലോക്കോ ഒരു ലിപ് ലോക്ക് കൊടുക്കാന്. നമ്മളത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിടുന്നത് അത് വേറെ. ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ എനിക്കത് ലൈവാണ്. സോറി, ആൾക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. എനിക്കത് ലൈവാണ്, എല്ലാവരും കാണും. ഞാന് താമരശ്ശേരിയിലാണ് ഇപ്പൊ ഉള്ളത്. ഒരു ലിപ് ലോക്ക് ബെസ്റ്റ്. നല്ല ഭർത്താവ് കേട്ടോ. തന്റെ മുന്നിൽ ഇരിക്കെ തന്നെ സ്വന്തം ഭാര്യയോട് ഒരുത്തന് ലിപ് ലോക്ക് തരുമെന്ന് ചോദിച്ചപ്പോ ഇരിച്ചുകൊണ്ടിരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, സമ്മതിച്ചു കേട്ടോ. ചില്ലറ കടിച്ചൊന്നും പോരാ അതിന്. ഇപ്പൊ ഞാനൊരു പെണ്ണൊക്കെ കേട്ട് എന്റെ ഭാര്യയോടാണ് ഇങ്ങനെ ഒരുത്തൻ ചോദിച്ചത് എങ്കിൽ എനിക്കൊന്ന് കണ്ടു നിൽക്കാൻ പോലും ഇത് പറ്റില്ല. പുള്ളിക്കാരൻ അത് ആസ്വദിക്കാണില്ലേ. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് ലൈവില് ഭാര്യക്ക് ലിപ് ലോക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ഭർത്താവ് തന്നെ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്ന ഇഷ്ടം. സമ്മതിച്ചു കേട്ടോ. എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം. പറഞ്ഞോ, അതിനല്ല ഞാൻ ലൈവ് ഇട്ടത്. നിങ്ങൾക്ക് എന്തും പറയാം. ഇതിൽ ഒരുപാട് കമന്റ് മോശമായിട്ട് വരുന്നതുണ്ട്. മോശമായിട്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ഞാൻ അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തും പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ട കമന്റ് ആണെങ്കിൽ ഞാൻ റീപ്ലൈ തരും. ഓക്കെ. ഇപ്പൊ ഇടയ്ക്കൊരു തലട്ട് നോക്കിയ ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതാണ് ഇവര് മരണപ്പെട്ട കുട്ടി എന്ന് പറയുന്നത്. പാവല്ലേ, സങ്കടം തോന്നിപ്പോ. കളിച്ചിരിച്ച് നടക്കുന്ന ഒന്നും അറിയാത്തൊരു കുഞ്ഞായിരുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ അത്ര പാവൊന്നും അല്ല എന്നാ, പക്ഷെ എന്റെ ഇക്ക പറയുന്നത് ഞാൻ പാവാണെന്നാണ്. അല്ലേ ഇക്ക? ഞാൻ എന്താണെന്ന് എന്നെ തൊട്ടറിഞ്ഞാലേ, അല്ല സോറി, നമ്മള് പരസ്പരം എടുത്തിരുന്ന് രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴേ ഞാൻ ആരാണ് എന്താണ് എന്ന് മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ചിലര് പറയും എനിക്ക് ഭയങ്കര സാമർത്ഥ്യം, ഭയങ്കര അതെ, ചിലവർ പറയും നിനക്ക് ഭയങ്കര സാമർത്ഥ്യമാണെന്ന് അല്ലേ. അത് മനസ്സിലായി സാമർത്ഥ്യം എന്താണെന്നുള്ളത്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുമാണല്ലോ സാമർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത് പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ടുള്ള ഷെരീഫ് 2 ദിവസം മുന്നേ മരിച്ചു അല്ലേ. ഇപ്പോഴും പുള്ളിക്കാരി ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഷെരീഫിന്റെ ബന്ധുക്കളാണ് ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഏറ്റുവാങ്ങാതിരിക്കാനുമാണല്ലോ ഒരു സാമർത്ഥ്യം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല സാമർത്ഥ്യക്കാരിയാണെന്നുള്ളത്. എത്ര പിണക്കുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും സ്വന്തം ഭർത്താവല്ലേ, 6 കൊല്ലം കൂടെ കഴിഞ്ഞ ആളല്ലേ. മരിച്ചാലൊന്നും വന്ന് നോക്കുക, അതില്ല അല്ലേ. കഷ്ടം, അധികമൊന്നും പറയാനില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ന്യൂസുകളൊക്കെ പരിചയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാതെ ഈ ടോപ്പിക് അവസാനിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നി. നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടോക്കാം. ആദവനാട് കോരന്തൊടി ഷെരീഫിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ്. ആദവനാട് കോഴിക്കച്ചവടക്കാരനായിരുന്നു ഷെരീഫ്. ഭാര്യയും 2 മക്കളുമായി സ്വന്തം വീട്ടിൽ സന്തോഷപ്രദമായ ജീവിതം. അതിനിടെയാണ് ഷരീഫിന്റെ വീടിന് സമീപം പാലക്കാട് സ്വദേശിനിയായ ഖദീജയും ഭർത്താവും 2 മക്കളും താമസത്തിനെത്തുന്നത്.
ഇവിടെ വെച്ച് ഷെരീഫും ഖദീജയും അടുപ്പത്തിലായി. അത് പ്രണയമായി വളർന്നു. ഒടുവിൽ കുടുംബത്തെ ഉപേക്ഷിച്ച ഇരുവരും ഒളിച്ചോടി. പിന്നീട് ഖദീജ സീരിയൽ രംഗത്ത് ചുവടുവെച്ചു. എന്തോന്നാണ് ഇത് വല്ലാത്തൊരു അവീതക്കഥയായി പോയല്ലോ. ഇതൊക്കെ ഉള്ളതാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഭാര്യയുമായി സുഖമായി കഴിയുന്ന ഒരു ഭർത്താവ് അവരുടെ വീട്ടിൽ അയൽവാസിയായിട്ട് മറ്റൊരു കുടുംബം വരുന്നു. അവിടുത്തെ ഭാര്യയുമായി ഇവർ അവിഹിതത്തിലാകുന്നു, ഒളിച്ചോടുന്നു. ഇത് എന്ത് കഥാണിത്? ഈ ചാനൽ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത്. വേറൊരു ചാനൽ ഈ റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. ചുമ്മാ അടിച്ചു വിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പെൺകുട്ടി ആകുമ്പോൾ 2 മസാല ചേർത്ത് അടിച്ചു വിട്ടാലും ജനങ്ങൾ വിശ്വസിക്കല്ലോ. എന്തായാലും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ പെണ്ണിനെ കുറെ തല കയറ്റി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ അല്ലെ. അവർക്ക് ഇതൊക്കെ ഒന്നൊരു പാടാകട്ടെ. നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഇത്തരം അഡൾട്ട് ഉള്ള പ്ലാറ്റ്ഫോമിലും ഒക്കെ ഇവരെ കെട്ടിമറിയുന്നതല്ല ഇവരുടെ യഥാർത്ഥ ജീവിതം. അതിനപ്പുറത്തേക്ക് ഇവരുടെ റിയൽ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെങ്കിലും മനസ്സിലാക്കി വെക്കുക. അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.